ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു മോഡൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 ആഴ്ച എടുത്താറായി. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോയും അതുപോലെ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഷെയർ ചെയ്ത സമയത്ത് പറഞ്ഞായിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളത്. ഇപ്പം നമുക്ക് ഏകദേശം 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ കംപ്ലീറ്റ് 3 ആഴ്ച ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും പറഞ്ഞു പോവുകയാണെങ്കിൽ അതിനുശേഷം ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും പറയുന്നതായിരിക്കും അതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. എന്തിനായാലും ഇതിനകത്ത് വന്നിരിക്കുന്ന ഡ്രൈവ് എന്ന് പറയുന്നത് 40mm ഡ്രൈവാണ് വന്നിരിക്കുന്നത്. അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ എന്ന് പറയുന്നത് 5.2 ആണ്. നമുക്കിതിനകത്ത് ബീസ്റ്റ് മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ENXൻ്റെ ടെക്നോളജിയാണ് നോയ്സ് ക്യാൻസലേഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളത് സ്വിച്ച് ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഓഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡീഫോൾട്ട് ആയിട്ട് ഈ ഒരു ഹെഡ്ഫോണിൽ വരുന്നൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് മൈക്ക് അവൈലബിൾ ആണ്. Type C ആണ് ഇതിനകത്ത് പോർട്ട് വന്നിരിക്കുന്നത്. ടോട്ടൽ പ്ലേ ബാക്ക് ടൈം എന്ന് പറയുന്നത് കമ്പനി പറയുന്നത് 30 മണിക്കൂറാണ്. അതിൻ്റെ സത്യാവസ്ഥ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും വരുന്നത്. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമുക്ക് കൺട്രോൾസും കാര്യങ്ങളും കാണാൻ പറ്റും, അല്ലെങ്കിൽ കൺട്രോൾ പാനലും കാര്യങ്ങളും കാണാൻ പറ്റും. ഏറ്റവും ടോപ്പിലായിട്ട് ബീസ്റ്റ് മോഡ് എനേബിൾ ചെയ്യാനുള്ള ഒരു ബട്ടണുണ്ട്. താഴെയായിട്ട് നമുക്ക് വോളിയം കൂട്ടാനായിട്ട് പ്ലസ് ബട്ടണുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് MFB എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ഫംഗ്ഷൻ ബട്ടണിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് MFB എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അതുപോലെ ഡ്യുവൽ പെയർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു മൈനസ് ബട്ടൺ കാണാൻ പറ്റും വോളിയം കുറയ്ക്കാൻ വേണ്ടി. അപ്പം ഈ ഒരു 4 ബട്ടൺസാണ് ഇതിൻ്റെ കൺട്രോളിൽ വരുന്നത്. ഈ ഒരു 4 ബട്ടണിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു LED ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. നിങ്ങളുടെ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ബാറ്ററി ലോ ആണെങ്കിലും അതുപോലെ നിങ്ങളുടെ ഹെഡ്ഫോൺ കണക്റ്റ് ആയി കഴിഞ്ഞാലും അതുപോലെ നിങ്ങളുടെ ബീസ്റ്റ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാലും ഓരോ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് Type C പോർട്ടും കാണാൻ പറ്റും. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ കൺട്രോൾസ് വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു കൺട്രോൾസ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. അത് എങ്ങനെയാണ് പെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡ്യുവൽ പെയറിങ് കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് യൂസർ മാനുവൽ കാണാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞത് യൂസർ മാനുവൽ പോയി വായിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു QR കോഡ് കാണാൻ പറ്റും. ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫങ്ഷൻസ്, അതായത് നമ്മുടെ ആ ഒരു പ്ലസ് ഐക്കൺ അതുപോലെ മൈനസ് ബട്ടൺ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കംപ്ലീറ്റ് ആയുള്ള ഒരു വീഡിയോ ബോട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലാഗായി പോകും, നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്താത്തത്. എന്തായാലും നിങ്ങൾ മേജറായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, അത് ഞാൻ പറയുന്നതായിരിക്കും. അതായത് നമ്മുടെ ബീസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മുടെ ഓഡിയോയും അതായത് ഗെയിമിൻ്റെ ഓഡിയോയും ഹെഡ്ഫോണും തമ്മിലുള്ള ലാഗ് കുറയ്ക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ റിയൽ ടൈം സിങ്കിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ സിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് റൈറ്റ് സൈഡിൽ അതിൻ്റെ ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ സെപ്പറേറ്റ് ആയിട്ടൊരു ബട്ടൺ ഉണ്ട്. അത് എനേബിൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോഡ് എനേബിൾ ആയെന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ആ ഹെഡ്ഫോണിൽ നിന്ന് തന്നെ. അതുപോലെ നിങ്ങൾക്ക് അത് എനേബിൾ ചെയ്ത് ഗെയിം പ്ലേ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ട, നിങ്ങൾ മ്യൂസിക് വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഡിസേബിൾ ചെയ്ത് തരുവാണെങ്കിൽ ജസ്റ്റ് 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ബീസ്റ്റ് മോഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോർമലായിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ എങ്ങനെയാണ് പെയർ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മോഡലും പെയർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. നമ്മൾ ഹെഡ്ഫോൺ വെക്കുന്ന സൈഡിലായിട്ട് നമുക്കൊരു കുഷ്യൻ ടൈപ്പ് മെറ്റീരിയൽ വരുന്നുണ്ട്. അതുപോലെ ടോപ്പ് സൈഡിലും ബോട്ടം സൈഡിലും ഈ ഒരു കുഷ്യൻ ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോയത് പോറിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക സ്ക്രാച്ച് ആക്കുകയോ ഒന്നും ചെയ്യരുത്. ഈ അഥവാ നിങ്ങൾ സ്ക്രാച്ച് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡ് തൊട്ട് ഇളകി പോകുന്നതായിരിക്കും. നിങ്ങൾ സ്ക്രാച്ച് ആക്കാൻ വേണ്ടിയല്ലല്ലോ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്യണം വേണ്ടി. നിങ്ങൾക്ക് പലർക്കും പല രീതിയിലുള്ള വർക്കും കാര്യങ്ങളായിരിക്കും. എന്തായാലും മാക്സിമം സ്ക്രാച്ച് ആക്കാണ്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. അതുപോലെ നമ്മൾ ഹെഡ്ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുന്ന സൈഡിലായിട്ട് ഒരു സ്റ്റീൽ റോഡും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു യൂസേജിൽ വെച്ച് നോക്കുമ്പോൾ എനിക്കത് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ആ ഒരു ഹെഡ്ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ആ ഒരു സ്റ്റീൽ റോഡ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്കിതിനകത്ത് 3 കളർ ഓപ്ഷൻസാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് കറക്റ്റ് കളറിൻ്റെ പേരറിയില്ല. എന്തിനായാലും ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു ബ്ലാക്ക്, ബ്ലൂ, ഗ്രേ ഷെയ്ഡ്, അതായത് ഹെഡ്ഫോണിൻ്റെ സൈഡിലായിട്ടൊരു ബ്ലൂവും ഗ്രേ ഷെയ്ഡും വരുന്നുണ്ട്. പിന്നെ ഓവറോൾ കളർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് റെഡ് ഷെയ്ഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഒരു ഫുൾ ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ 3 കളറെങ്ങാനാണ് എനിക്ക് തോന്നുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഞാൻ ഇത് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ അല്ല, ഡയറക്റ്റ് ബോട്ടിൻ്റെ സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. ആ സമയത്ത് നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടോട്ടൽ 1500 രൂപ കണ്ടാണ് ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത്. എനിക്ക് ഏകദേശം 1200 രൂപ അടുത്തങ്ങാണ്ടാണ് ഇതിന് ഞാൻ വാങ്ങിയത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് 40mm ഒരു ഡ്രൈവാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു ബേസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളൊരു ബേസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഹെഡ്ഫോൺ യൂസ് ആവുന്നതായിരിക്കും. എനിക്ക് ഈ ഒരു ബേസ് കാര്യങ്ങൾ വളരെയധികം ഇഷ്ടമാണ്. അതുപോലെ ബേസ് കൂടിയുള്ള സോങ്ങും കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഞാൻ ഈ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു 25% മാത്രമാണ് ഇതിൻ്റെ വോളിയം കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ അതിൻ്റെ ആവശ്യമുള്ളൂ. അത്രയും വരുമ്പോൾ തന്നെ നല്ലൊരു
വോളിയം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അധികം വോളിയം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെവിക്കത് നല്ല ഒരു കാര്യമല്ല. ഓക്കെ, ഭയങ്കരമായിട്ട് ചെവി അല്ലെങ്കിൽ നിങ്ങളുടെ ചെവിയുടെ കേൾവി കുറയാനുള്ള ചാൻസും കൂടുതലുണ്ട്. അത് പല ന്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്തായാലും ഈ ഒരു ഹെഡ്ഫോണിൽ നമുക്കൊരു 25% മാത്രം വോളിയം ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എൻ്റെ ഒരു അനുഭവമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ അതിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ഒരു 50%, ഒരു 60% ഒക്കെ ഹെഡ്ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ വോളിയം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് നിങ്ങൾ എന്താണ് കേൾക്കുന്നുള്ളത് കേൾക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏകദേശം ഇതിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളും. ഓക്കെ, അതുപോലെ നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി പറയാനുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷനാണ്. നമുക്ക് ഡീഫോൾട്ടായാണ് അത് നോയ്സ് ക്യാൻസലേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കൊരു ഡീസൻ്റ് ആയുള്ള നോയ്സ് ക്യാൻസലേഷനും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നിങ്ങളൊരു കോൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടി ഒരു ഡീസൻ്റ് ആയുള്ള ഒരു നോയ്സ് ക്യാൻസലേഷൻ കാര്യങ്ങളും ഈ ഒരു ഹെഡ്ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സൗണ്ടിൻ്റെ സൈഡിൽ നിന്ന് നോക്കാനുള്ളത്. ഓക്കെ, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ കൊടുത്ത പ്രൈസിന് നല്ലൊരു വെർത്തായുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. എനിക്ക് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി വേണമായിരുന്നു, അതുപോലെ അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഗെയിം കളിക്കണം ഈ ഒരു ഹെഡ്ഫോൺ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഏത് ഹെഡ്ഫോണാണോ അത് ഉപയോഗിച്ച് ഗെയിം കളിക്കുന്ന സമയത്ത് ലാഗോ കാര്യങ്ങളുണ്ടാകാൻ പാടില്ല. അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതായത് ലാഗോ കാര്യങ്ങളൊന്നും ഇതിനകത്തുണ്ടാകുന്നില്ല. നമുക്ക് സെപ്പറേറ്റ് ഒരു ബീസ്റ്റ് മോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് 30 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നുണ്ട്. അതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം തൊട്ട് അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു ഹെഡ്ഫോൺ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 30 മണിക്കൂറൊന്നും കിട്ടില്ല. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ കുറച്ച് ടൈം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ മാത്രമേ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി 30 മണിക്കൂർ കിട്ടുന്നതായിരിക്കും. അതല്ലെങ്കിൽ അതിൽ കൂടുതലും കിട്ടും. അതായത് നിങ്ങളുടെ യൂസേജ് എങ്ങനെയാണെന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. 30 മണിക്കൂറായിരിക്കും ഇതിൻ്റെ ആ ഒരു പവർ ബാക്കപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ഫോണിലുള്ള ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതിൽ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു 20% ആകുമ്പോൾ മാത്രമാണ് ഈ ഒരു ഹെഡ്ഫോൺ ചാർജ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കിത് അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു 4-5 ദിവസം വരെ ഞാൻ ഈ ഒരു ഹെഡ്ഫോൺ ഒരു സിംഗിൾ ചാർജിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ തള്ളി പറയുന്നതൊന്നുമല്ല, സത്യമുള്ള കാര്യമാണ്. നമ്മുടെ യൂസേജിനനുസരിച്ചായിരിക്കും ബാറ്ററി കാര്യങ്ങൾ ഡ്രെയിൻ ആവുന്നത്, അല്ലേ? ഇപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഹെഡ്ഫോൺ രാവിലെ തൊട്ട് വൈകുന്നേരം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 30 മണിക്കൂർ കിട്ടില്ല. അത് നിങ്ങൾക്ക് സാമാന്യമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബാറ്ററി അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഞാൻ കൊടുത്ത ആ ഒരു 1200 രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതാണ് എൻ്റെ ഈ ഒരു റോക്കേഴ്സ് 460 എന്ന് പറയുന്ന മോഡലിൻ്റെ കംപ്ലീറ്റുള്ള റിവ്യൂവും കാര്യങ്ങളും. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുകൊണ്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.